വചനം 183. യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വസിച്ചവരെ, കുതിബ നിയമിക്കപ്പെട്ടിരിക്കുന്നു, രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, അലൈക്കും നിങ്ങളുടെ മേൽ, അസ്വയാമു നോമ്പ് നോൽക്കൽ, കമാ കുതിബ നിയമിക്കപ്പെട്ടതുപോലെ, അലല്ലദീന മിൻ ഖബ്ലിക്കും നിങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ, ലഅല്ലക്കും നിങ്ങളായേക്കാം, ആകുവാൻ വേണ്ടി, തത്തഖൂൻ സൂക്ഷ്മത പാലിക്കും. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. ഹേ വിശ്വസിച്ചവരെ, നിങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ നിയമിക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നോൽക്കൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ സൂക്ഷ്മത പാലിച്ചേക്കാം. വചനം 184. അയ്യാമൻ ചില ദിവസങ്ങളിൽ, മഅദൂദാത്തിൻ എണ്ണപ്പെട്ട, എണ്ണം കണക്കാക്കപ്പെട്ട, ഫമൻ കാന എന്നാൽ ആരെങ്കിലുമായിരുന്നാൽ, മിൻകും നിങ്ങളിൽ നിന്ന്, മരീദൻ രോഗി, ഔ അല്ലെങ്കിൽ, അലാ സഫരിൻ യാത്രയിൽ, ഫഇദ്ദത്തുൻ എന്നാൽ എണ്ണം, അപ്പോൾ എണ്ണം, മിൻ അയ്യാമിൻ ദിവസങ്ങളിൽ നിന്ന്, ഉഖറ മറ്റുള്ള, വഅലല്ലദീന യാതൊരുവരുടെ മേലുണ്ടായിരിക്കും, യുതീഖൂനഹു അതിന് സാധിപ്പുണ്ടാകും, അതിനവർക്ക് കഴിവുണ്ടായിത്തീരുന്നതാണ്, ഫിദിയത്തുൻ ഒരു തെണ്ടം, പ്രായശ്ചിത്തം, തആമു അതായത് ഭക്ഷണം, മിസ്കീനിൻ ഒരു സാധുവിൻ്റെ, പാവത്തിൻ്റെ, ഫമൻ എന്നാൽ ആരെങ്കിലും, തതവ്വഅ സ്വമേധയാ ചെയ്തു, സ്വയം വഴിപ്പെട്ടു ചെയ്തു, ഖൈറൻ വല്ല നന്മയും, നല്ല കാര്യം, ഫഹുവ എന്നാൽ അത്, ഖൈറുല്ലഹു അവന് ഗുണമാണ്, കൂടുതൽ നല്ലതാണ്, വ അൻ തസൂമു നിങ്ങൾ നോമ്പ് നോൽക്കുന്നത്, ഖൈറുല്ലക്കും നിങ്ങൾക്ക് ഉത്തമമാണ്, കൂടുതൽ നല്ലതാകുന്നു, ഇൻ കുൻതും നിങ്ങളാകുന്നുവെങ്കിൽ, തഅലമൂൻ നിങ്ങൾ അറിയും. أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون. അതെ, എണ്ണപ്പെട്ട അല്പം ചില ദിവസങ്ങളിൽ, എന്നാൽ നിങ്ങളിൽ ആരെങ്കിലും രോഗിയോ യാത്രയിലോ ആയിരുന്നാൽ, അപ്പോൾ മറ്റു ദിവസങ്ങളിൽ നിന്ന് അത്രയെണ്ണം പൂർത്തിയാക്കണം. അതിന് ഞെരുങ്ങി സാധിപ്പുണ്ടാകുന്നവരുടെ മേൽ അവർ നോമ്പ് നോൽക്കാതിരുന്നാൽ ദണ്ഡം കടമയുണ്ടായിരിക്കും, അഥവാ ഒരു സാധുവിൻ്റെ ഭക്ഷണം കടമയുണ്ടായിരിക്കും. എന്നാൽ ആരെങ്കിലും ഒരു നന്മ സ്വമേധയാ ചെയ്യുന്നതായാൽ അതവന് ഉത്തമമത്രേ. നിങ്ങൾ നോമ്പ് നോൽക്കുന്നതാകട്ടെ നിങ്ങൾക്ക് കൂടുതൽ ഉത്തമമാകുന്നു, നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ. വചനം 185. ഷഹ്റു റമദാന റമദാൻ മാസം, അല്ലദീ ഉൻസില അവതരിപ്പിക്കപ്പെട്ടതാണ്, ഫീഹി അതിൽ, അൽ ഖുർആനു ഖുർആൻ, ഹുദൻ മാർഗദർശനമായി, സന്മാർഗമായി, ലിന്നാസി മനുഷ്യർക്ക്, വബയ്യിനാത്തിൻ തെളിവുകളായും വ്യക്തമായ അടയാളങ്ങളായും, മിനൽ ഹുദ സന്മാർഗദർശനമാകുന്ന, സന്മാർഗത്തിൽപ്പെട്ട, വൽ ഫുർഖാനി വിവേചനവും വേർതിരിക്കുന്നതും, ഫമൻ ഷഹിദ ആകയാൽ അപ്പോൾ ആരെങ്കിലും ഹാജറുണ്ടായാൽ, മിൻകും നിങ്ങളിൽ നിന്ന്, അശ്ശഹ്റ ആ മാസത്തിൽ, ഫൽയസുംഹു എന്നാൽ അവൻ അതിൽ നോമ്പ് നോൽക്കട്ടെ,
വമൻകാന ആരെങ്കിലും ആയിരുന്നാൽ ആണെങ്കിൽ മരീദൻ രോഗി ഔ അലാ സഫരിൻ അല്ലെങ്കിൽ യാത്രയിൽ ഫഇദ്ദത്തുൻ എന്നാൽ എണ്ണം മിൻ അയ്യാമിൻ ഉഖാറ മറ്റു ദിവസങ്ങളിൽ നിന്ന് യുരീദുല്ലാഹു അല്ലാഹു ഉദ്ദേശിക്കുന്നു ബിക്കും നിങ്ങൾക്ക് അൽ യുസ്ര എളുപ്പം സൗകര്യം ലഘുത്വം വലാ യുരീദു ബിക്കും നിങ്ങളിൽ അവൻ ഉദ്ദേശിക്കുന്നുമില്ല അൽ ഉസ്ര ഞെരുക്കം പ്രയാസം വലിതുക്മിലു നിങ്ങൾ പൂർത്തിയാക്കുവാൻ വേണ്ടിയും അൽ ഇദ്ദത എണ്ണം വലിതുകബ്ബിറൂ നിങ്ങൾ തക്ബീർ ചെയ്യുവാനും മഹത്വ കീർത്തനം നടത്തുവാനും അല്ലാഹുവിന് അലാ മാ ഹദാക്കും അവൻ നിങ്ങൾക്ക് മാർഗദർശനം നൽകിയതിൻ്റെ പേരിൽ വലഅല്ലക്കും നിങ്ങൾ ആകുവാനും ആകുകയും ചെയ്യാം തഷ്കുറൂൻ നന്ദി കാണിക്കും. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. റമദാൻ മാസം ഖുർആൻ അവതരിക്കപ്പെട്ടിട്ടുള്ളതായ മാസമാകുന്നു. മനുഷ്യർക്ക് സന്മാർഗദർശകമായും മാർഗദർശനവും സത്യാസത്യ വിവേചനവുമാകുന്ന വ്യക്തമായ തെളിവുകളായും കൊണ്ട്. ആകയാൽ നിങ്ങളിൽ ആർ ആ മാസത്തിൽ ഹാജറുണ്ടായോ അവൻ അതിൽ നോമ്പ് നോറ്റുകൊള്ളട്ടെ. ആരെങ്കിലും രോഗിയോ യാത്രയിലോ ആയിരുന്നാൽ മറ്റു ദിവസങ്ങളിൽ നിന്ന് അത്രയെണ്ണം പൂർത്തിയാക്കണം. അല്ലാഹു നിങ്ങളിൽ എളുപ്പത്തെ അഥവാ സൗകര്യത്തെ ഉദ്ദേശിക്കുന്നു. നിങ്ങളിൽ അവൻ ഞെരുക്കത്തെ ഉദ്ദേശിക്കുന്നുമില്ല. നിങ്ങൾ എണ്ണം പൂർത്തിയാക്കുവാൻ വേണ്ടിയും നിങ്ങൾക്ക് അല്ലാഹു സന്മാർഗം കാണിച്ചു തന്നതിൻ്റെ പേരിൽ നിങ്ങൾ അവന് തക്ബീർ അഥവാ മഹത്വ കീർത്തനം നടത്തുവാൻ വേണ്ടിയും നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടിയുമാകുന്നു ഇതെല്ലാം നിശ്ചയിച്ചത്. 183, 184, 185 എന്നീ വചനങ്ങളുടെ വിശദീകരണം. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായ നോമ്പ് നിയമമാക്കിയതും അത് സംബന്ധിച്ച കുറേ കാര്യങ്ങളുമാണ് ഈ വചനങ്ങളുടെ ഉള്ളടക്കം. അവയിൽ നിന്ന് മനസ്സിലാക്കുവാനുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്കിവിടെ ഒരു സാമാന്യ വീക്ഷണം നടത്താം. താഴെ പറയുന്ന കാര്യങ്ങൾ ഈ വചനങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. 1. ഹേ വിശ്വസിച്ചവരെ എന്ന് വിളിച്ചുകൊണ്ടാണ് നോമ്പ് നിങ്ങളിൽ നിയമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അല്ലാഹു പറയുന്നത്. അതിനാൽ ഓരോ സത്യവിശ്വാസിക്കും നോമ്പ് നിർബന്ധമാകുന്നു. പ്രത്യേകം ഒഴിവ് നൽകപ്പെട്ടവർ മാത്രമേ ഇതിൽ നിന്ന് ഒഴിവുള്ളൂ. ഈ വിഷയത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നാഭിപ്രായമില്ല. 2. ഭക്ഷണപാനീയങ്ങളും സ്ത്രീ സംസർഗവും ഉപേക്ഷിച്ചുകൊണ്ടുള്ള വ്രതമാണ് ഇസ്ലാമിലെ നോമ്പ്. ഇത് പൊതുവെ എല്ലാവർക്കും അല്പം പ്രയാസകരമായ ഒന്നാണെന്ന് പറയേണ്ടതില്ല. ആ നിലക്ക് ഇതൊരു ഭാരപ്പെട്ട നിയമമായി കരുതപ്പെടുവാൻ കാരണമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമായ നിങ്ങൾക്ക് മാത്രം നിശ്ചയിക്കപ്പെട്ട ഒരു നിയമമല്ല ഇതെന്നും മുൻ സമുദായങ്ങളിലും നോമ്പ് നിയമിക്കപ്പെട്ടിരുന്നുവെന്നും നിർണയം ചെയ്യപ്പെട്ട ഏതാനും ദിവസങ്ങളിൽ മാത്രമേ നോമ്പ് നോൽക്കേണ്ടതുള്ളൂവെന്നുമൊക്കെ പ്രസ്താവിച്ചിരിക്കുന്നത് മനപ്രയാസം നീക്കം ചെയ്യുവാൻ വേണ്ടിയാകുന്നു. 3. മുൻ സമുദായങ്ങളിൽ നിയമിക്കപ്പെട്ടതുപോലെ എന്ന് പറഞ്ഞിരിക്കൊണ്ട് മുൻ സമുദായങ്ങളുടെ നോമ്പും ഈ സമുദായത്തിൻ്റെ നോമ്പും എല്ലാ വിശദാംശങ്ങളിലും യോജിച്ചിരിക്കണമെന്നില്ല. രണ്ടും തമ്മിൽ അല്പമൊക്കെ വ്യത്യാസമുണ്ടാകുന്നതിന് വിരോധമില്ല. 4. നോമ്പുകൊണ്ട് സാധിക്കുവാനുള്ള ലക്ഷ്യമായി അല്ലാഹു പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരാകുവാൻ വേണ്ടി എന്നാകുന്നു. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളെ പാലിക്കുക വഴി ഭയഭക്തിയുള്ളവരായിരിക്കുക എന്നത്രേ സൂക്ഷ്മത പാലിക്കൽ കൊണ്ട് വിവക്ഷ. ഇക്കാര്യം ഒന്നിലധികം പ്രാവശ്യം മുമ്പ് നാം പ്രസ്താവിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. മനുഷ്യനിൽ നിന്നുണ്ടാകുന്ന പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അവൻ്റെ ശരീരേച്ഛകളിൽ നിന്നും വികാരങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതാണല്ലോ. നോമ്പാകട്ടെ ആ രണ്ടിനെയും നിയന്ത്രിക്കുന്നതാണ് താനും. അതുകൊണ്ടാണ് വിവാഹം ചെയ്യുവാൻ കഴിവില്ലാത്ത യുവാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോൽക്കുവാൻ ഉപദേശിച്ചതും
നോമ്പ് പാപങ്ങളെ തടുക്കുന്ന ഒരു പരിചയാണെന്ന് പറഞ്ഞതും. ബുഖാരി, മുസ്ലിം. 1-2 നോമ്പ് നോൽക്കുമ്പോഴേക്കും അത് ശാരീരിക വികാരങ്ങളെ നിയന്ത്രിച്ചു നിർത്തുമെന്നല്ല ഇപ്പറഞ്ഞതിൻ്റെ അർത്ഥം. നോമ്പ് പതിവായി നോൽക്കുന്ന പക്ഷം ശരീരവും ആത്മാവും മനസ്സുമെല്ലാം സ്വയം നിയന്ത്രിതമാകുമെന്ന് തീർച്ച തന്നെ. കേവലം ശാരീരികമായ പരിശീലനമോ ആരോഗ്യപരമായ ഒരു ശുദ്ധീകരണമോ മാത്രമല്ല നോമ്പ്. മാനസികവും ആത്മീയവുമായ വമ്പിച്ച നേട്ടങ്ങളും അത് മുഖേന സിദ്ധിക്കുവാനുണ്ട്. പക്ഷേ നോമ്പ് നാമമാത്രമായാൽ പോരാ, ശരിയായ അർത്ഥത്തിൽ തന്നെയുള്ളതായിരിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ ചൂണ്ടിക്കാട്ടിയത്. അക്രമം പറയുന്നതും പ്രവർത്തിക്കുന്നതും ആർ ഉപേക്ഷിച്ചില്ലയോ, അവൻ അവൻ്റെ ഭക്ഷണവും പാനീയവും ഉപേക്ഷിക്കുന്നതിൽ അള്ളാഹുവിന് ഒരാവശ്യവുമില്ല. ബുഖാരി. 5. അയ്യാമൻ മഅദൂദാത്ത് അഥവാ എണ്ണപ്പെട്ട ചില ദിവസങ്ങൾ എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ റമളാൻ മാസത്തിലെ ദിവസങ്ങളാണെന്ന് 3-ാമത്തെ വചനം കൊണ്ട് വ്യക്തമാണ്. അധിക കാലമൊന്നുമില്ല, കുറച്ച് ദിവസങ്ങളെ വേണ്ടതുള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നോമ്പിൻ്റെ ഭാരം കുറച്ചു കാണിക്കുകയാണ് ആ വാക്ക് ചെയ്യുന്നത്. 6. രോഗികളെയും യാത്രക്കാരെയും നോമ്പിൻ്റെ നിർബന്ധത്തിൽ നിന്ന് അള്ളാഹു ഒഴിവാക്കിയിരിക്കുന്നു. എന്നാൽ രോഗവും യാത്രയും ഏത് തരത്തിലുള്ളതായിരിക്കണമെന്ന് വിശദീകരിക്കപ്പെട്ടിട്ടില്ല. അവ നിമിത്തം എത്ര ദിവസത്തെ നോമ്പ് വിട്ടുപോയോ അത്ര എണ്ണം മറ്റു ദിവസങ്ങളിലായി അത് നോറ്റുവീട്ടണമെന്ന് കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. നോമ്പ് പിടിക്കുവാൻ കഴിയാതിരിക്കത്തക്കതോ നോമ്പ് നോൽക്കുന്ന പക്ഷം ശരീരത്തിനോ അവയവങ്ങൾക്കോ വല്ല കേടുപാടും സംഭവിക്കാവുന്നതോ ആയ രോഗമായിരിക്കണമെന്നും നമസ്കാരം ചുരുക്കി അഥവാ കസറാക്കി നമസ്കരിക്കുവാൻ അനുവദിക്കപ്പെടുന്നത്ര ദൂരയാത്രയായിരിക്കണമെന്നുമാണ് പല പണ്ഡിതന്മാരും പറഞ്ഞു കാണുന്നത്. നമസ്കാരം കസറാക്കുന്നതിനുള്ള ദൂരം നിർണയിക്കുന്നതിലാണെങ്കിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട് താനും. അവയിൽ ഇന്നത് മാത്രമാണ് ശരിയായതെന്ന് തീരുമാനിക്കത്തക്ക തെളിവുകളില്ലാത്ത സ്ഥിതിക്കും അള്ളാഹു ഒരു ഉപാധിയും സൂചിപ്പിച്ചിട്ടില്ലാത്ത സ്ഥിതിക്കും സാധാരണ പതിവനുസരിച്ച് രോഗി എന്നും യാത്രക്കാരൻ എന്നും ശരിയായ അർത്ഥത്തിൽ പറയപ്പെടത്തക്ക രോഗവും യാത്രയും ഉണ്ടായാൽ മതിയാകും എന്നത്രേ മറ്റൊരഭിപ്രായം. ഇതാണ് കൂടുതൽ ന്യായയുക്തമായി തോന്നുന്നത്. അള്ളാഹുവിനറിയാം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട്. അങ്ങാടിയിൽ സാധനം വാങ്ങാൻ പോകുന്നവനും അല്പം ജലദോഷം പിടിപെട്ടവനുമൊക്കെ യാത്രക്കാരനും രോഗിയുമായി കണക്കാക്കാമെന്നും അവർക്കൊക്കെ നോമ്പിൽ നിന്ന് ഒഴിവാകാമെന്നും വരെ ഇതിനെ വ്യാഖ്യാനിച്ചുകൂടാത്തതാകുന്നു. രോഗിക്കും യാത്രക്കാരനും ഇളവ് നൽകിയതിലുള്ള ഒരു തത്വം അവർക്ക് നോമ്പ് നോൽക്കുവാൻ സ്വാഭാവികമായി ഉണ്ടാകുന്ന വിഷമമാണല്ലോ. വിഷമമാകട്ടെ തിട്ടപ്പെടുത്തി അളന്ന് കണക്കാക്കാവുന്ന കാര്യവുമല്ല. മാത്രമല്ല വിഷമമുണ്ടെങ്കിൽ എന്നൊരു ഉപാധി അള്ളാഹു പ്രസ്താവിച്ചിട്ടുമില്ല. ഹദീസിലും അത് വ്യക്തമാക്കപ്പെട്ടു കാണുന്നില്ല. അതുകൊണ്ട് നോമ്പിന് ബുദ്ധിമുട്ടുണ്ടായാലും ഇല്ലെങ്കിലും രോഗിക്കും യാത്രക്കാരനും നോമ്പ് ഒഴിവാക്കുന്നതിന് വിരോധമില്ലെന്നും ബുദ്ധിമുട്ടുള്ള പക്ഷം നോമ്പ് ഉപേക്ഷിക്കുക തന്നെ വേണമെന്നും മൊത്തത്തിൽ മനസ്സിലാക്കാം. ഹദീസുകൾ പരിശോധിക്കുമ്പോൾ അതാണ് മനസ്സിലാകുന്നതും. ചില ഹദീസുകൾ താഴെ ഉദ്ധരിക്കുന്നുമുണ്ട്. ഇൻഷാ അള്ളാഹ്. 7. വഅലല്ലദീന യുതീഖൂനഹു ഫിദിയ അഥവാ നോമ്പിന് സാധിപ്പുണ്ടാകുന്നവരുടെ മേൽ ദണ്ഡം കടമയുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യത്തെപ്പറ്റി 2 അഭിപ്രായങ്ങളാണുള്ളത്. ഭൂരിഭാഗം ഖുർആൻ വ്യാഖ്യാതാക്കളും പണ്ഡിതന്മാരും സ്വീകരിച്ച അഭിപ്രായം ഇങ്ങനെയാകുന്നു. നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ആദ്യഘട്ടത്തിൽ സത്യവിശ്വാസികൾക്ക് അത് കുറെ പ്രയാസകരമായി അനുഭവപ്പെട്ടിരുന്നു. ഹിജ്റ 2-ാം കൊല്ലത്തിൽ യുദ്ധനിയമം അവതരിക്കുന്നതിന് അല്പം മുമ്പായിരുന്നു നോമ്പിൻ്റെ നിയമമായത്. അതുകൊണ്ട് അള്ളാഹു അവർക്ക് അന്ന് അനുവദിച്ചു കൊടുത്ത ഒരു ഇളവായിരുന്നു അത്. അതായത് നോമ്പ് പിടിക്കുവാൻ കഴിവുള്ളവർക്ക്, രോഗികളും യാത്രക്കാരുമല്ലാത്തവർക്ക് നോമ്പ് നോൽക്കുകയോ നോമ്പിന് പകരം ഓരോ ദിവസത്തിനും ഓരോ സാധുവിൻ്റെ ഭക്ഷണം വീതം ദണ്ഡമായി കൊടുക്കുകയോ ചെയ്താൽ മതിയായിരുന്നു. അതേസമയം നോമ്പ് നോൽക്കുന്നതാണ് കൂടുതൽ ഉത്തമമെന്നും അറിയിച്ചിരിക്കുന്നു. നോമ്പ് പിടിക്കാതെ ദണ്ഡം കൊണ്ട് മതിയാക്കുന്നവർ പിന്നെ ആ നോമ്പ് നോറ്റ് വീട്ടേണ്ടതുമില്ല. ഇതാണ് ആ വാക്യത്തിൻ്റെ താൽപ്പര്യം. പിന്നീട് ഒരു കൊല്ലത്തിനു ശേഷമാണെന്ന് പറയപ്പെടുന്നു അടുത്ത അഥവാ 185-ാം വചനത്തിൽ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും അഥവാ ആ മാസത്തിൽ ആർ ഹാജറുണ്ടായോ അവൻ അതിൽ നോമ്പ് നോൽക്കട്ടെ എന്ന് അവതരിച്ചതോടെ ഈ ഇളവ് ദുർബലപ്പെട്ടു പോകുകയും നോമ്പ് നോൽക്കുക തന്നെ വേണമെന്ന് നിയമമായി തീരുകയും ചെയ്തു. ഇസ്ലാമിലെ മറ്റു പല നിയമങ്ങളുമെന്ന പോലെ നോമ്പിൻ്റെ നിയമവും ക്രമേണയായിട്ടാണ് സ്ഥിരപ്പെടുത്തപ്പെട്ടത്. ഈ അഭിപ്രായത്തിന് ആസ്പദമായ ഹദീസ് ഇതാകുന്നു. സലമത്ത് ബിൻ അക്വ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി പ്രധാന ഹദീസ് ഗ്രന്ഥങ്ങളിലെല്ലാം ഇപ്രകാരം വന്നിട്ടുണ്ട്. വഅലല്ലദീന യുതീഖൂനഹു ഫിദിയ അഥവാ സാധിപ്പുണ്ടാകുന്നവരുടെ മേൽ ദണ്ഡമുണ്ട് എന്ന വചനം അവതരിച്ചപ്പോൾ ഞങ്ങളിൽ നോമ്പ് നോൽക്കുവാൻ ഉദ്ദേശിച്ചവർ നോൽക്കുകയും നോമ്പ് വിട്ടുകളയുവാൻ ഉദ്ദേശിച്ചവർ വിട്ടുകളയുകയും
ദണ്ഡം കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഇതിൻ്റെ ശേഷമുള്ള ഫമൻ ഷഹിദ മിൻകുമു ഷഹറ ഫൽ യസും അഥവാ ആ മാസത്തിൽ ഹാജറുള്ളവർ നോമ്പ് നോൽക്കട്ടെ എന്ന വചനം അവതരിച്ച് അതിനെ നസ്ഖ് ചെയ്യുന്നത് അഥവാ ദുർബലപ്പെടുത്തുന്നതുവരെ അങ്ങനെ ചെയ്തു വന്നു. ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തിർമുദി, നസായി, തൊബരി മുതലായവർ. രണ്ടാമത്തെ അഭിപ്രായം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുതലായവരുടേതാണ്. നോമ്പിന് കഴിവുള്ളവർ ദണ്ഡം കൊടുക്കണമെന്ന് പറഞ്ഞത് വാർദ്ധക്യം മൂലം നോമ്പ് നോൽക്കുവാൻ പ്രയാസം നേരിടുന്ന സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ബുഖാരി റഹിമഹുല്ല രേഖപ്പെടുത്തിയിരിക്കുന്നു. നോമ്പ് മൂലം ഗർഭസ്ഥ ശിശുവിന് ദോഷം ബാധിക്കുമെന്ന് കാണുന്ന ഗർഭിണികളും മുലകുടിക്കുന്ന കുട്ടിക്ക് ദോഷം ബാധിക്കുമെന്ന് കാണുന്ന മാതാക്കളും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുമെന്ന് വേറെ ചിലരിൽ നിന്നും നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇമാം റാഗിബ് റഹിമഹുല്ല പ്രസ്താവിച്ചതുപോലെ അല്പം വിഷമം സഹിച്ചുകൊണ്ട് മനുഷ്യന് ചെയ്യുവാൻ കഴിയുന്നത് എന്നാണ് ത്വാഖത്തിൻ്റെ അർത്ഥം. ഈ മൂലത്തിൽ നിന്നുള്ള ക്രിയയാണ് യുതീഖ്. അതോടുകൂടി യുതവ്വഖൂന എന്നും മറ്റും ഇവിടെ വായനയുമുണ്ട്. ഞെരുങ്ങി കഴിവുണ്ടാക്കുക എന്നാണതിന് അർത്ഥം. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് അല്ലദീന യുതീഖുനഹു എന്ന വാക്കിന് അതിന് ഞെരുങ്ങിക്കഴിവുണ്ടാകുന്നവർ എന്ന് നാം അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. മേൽക്കണ്ട അഭിപ്രായങ്ങളും അവയുടെ തെളിവുകളും ഉദ്ധരിച്ച ശേഷം ഇമാം ഇബ്നു ജരീർ റഹിമഹുല്ല ചെയ്ത ഒരു പ്രസ്താവനയുടെ പ്രസക്ത ഭാഗം ഇവിടെ ഉദ്ധരിക്കാം. വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ ത്വആമു മിസ്കീൻ, അഥവാ അതിന് സാധിപ്പുണ്ടാകുന്നവരുടെ മേൽ ഒരു സാധുവിൻ്റെ ഭക്ഷണം നൽകുകയെന്ന ദണ്ഡമുണ്ട് എന്നതിൻ്റെ വ്യാഖ്യാനത്തിൽ ഏറ്റവും നല്ല അഭിപ്രായം അത് മൻസൂഖാകുന്നുവെന്നുള്ളതാണ്. കാരണം നോമ്പിന് കഴിവുണ്ടാകുന്നവരുടെ മേൽ ദണ്ഡം കൊടുക്കൽ നിർബന്ധമാണെന്ന് വരികയും അതേസമയം യാത്രക്കാരല്ലാത്ത ആരോഗ്യവാന്മാരായി നാട്ടിൽ വസിക്കുന്നവരിൽ നോമ്പിന് കഴിവുള്ളവരെല്ലാം നോമ്പ് നോൽക്കൽ നിർബന്ധമാണെന്നും നോമ്പ് നോൽക്കാതെ ദണ്ഡം കൊടുക്കുന്നത് അനുവദനീയമല്ലെന്നും മുസ്ലിങ്ങളെല്ലാം ഏകോപിക്കുകയും ചെയ്തിരിക്കുമ്പോൾ ആ വചനം മൻസൂഖാണെന്ന് തീർച്ചയാണ്. മാത്രമല്ല ഇതിനെ ബലപ്പെടുത്തുന്ന തെളിവുകൾ മുആദ് ഇബ്നു ഉമർ, സലമത്ത് ബിൻ അക്വ റഹിമഹുമുള്ള എന്നിവരിൽ നിന്ന് ഇതിനു മുമ്പ് നാം ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. മൊത്തത്തിൽ ഇങ്ങനെ പറയാം: നോമ്പ് പിടിക്കുവാൻ പ്രയാസമുള്ള കിഴവന്മാരും കിഴവികളും നോമ്പ് നോൽക്കേണ്ടതില്ല. കഴിവുള്ള പക്ഷം ഓരോ ദിവസത്തിനും ഒരു സാധുവിൻ്റെ ഭക്ഷണം ദണ്ഡം കൊടുക്കണം. പിന്നീട് നോറ്റുവീട്ടുന്ന പ്രശ്നം അവരെ ബാധിക്കുന്നില്ല. ഗർഭത്തിലിരിക്കുന്നതോ മുലകുടിക്കുന്നതോ ആയ ശിശുക്കളെപ്പറ്റിയോ സ്വന്തം ദേഹങ്ങളെപ്പറ്റിയോ നോമ്പ് മൂലം ദോഷം ഭവിക്കുമെന്ന് ഭയപ്പെടുന്ന സ്ത്രീകളും നോമ്പ് പിടിക്കേണ്ടതില്ല. പക്ഷേ ദണ്ഡം കൊടുത്താൽ മതിയെന്നും അതല്ല സാധ്യമാകുമ്പോൾ നോറ്റുവീട്ടുക കൂടി വേണ്ടതുണ്ടെന്നും ദണ്ഡം വേണ്ടതില്ല നോറ്റുവീട്ടുകയാണ് വേണ്ടത് എന്നും അഭിപ്രായങ്ങളുണ്ട്. ഗമാഫി ഇബ്നു കസീർ അഥവാ ഇബ്നു കസീർ റഹിമഹുല്ല പറഞ്ഞതുപോലെ വിശദീകരണങ്ങൾക്കും ഓരോന്നിൻ്റെയും ന്യായങ്ങൾക്കും ഇവിടെ മുതിരുന്നില്ല. രോഗികളെയും യാത്രക്കാരെയും സംബന്ധിച്ച് അള്ളാഹു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രായം തികയാത്ത കുട്ടികൾക്കും വിശേഷബുദ്ധിയില്ലാത്തവർക്കും നോമ്പും മറ്റും നിർബന്ധമില്ലെന്നുള്ളതിലും തർക്കമില്ല. ഇപ്പറഞ്ഞവരല്ലാത്ത ആളുകളെല്ലാം റമളാൻ നോമ്പ് നോൽക്കൽ നിർബന്ധമാണെന്നുള്ളതിൽ മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഈ അടുത്ത കാലത്ത് മാത്രം ചിലർ മേൽപ്പറഞ്ഞ യഥാർത്ഥങ്ങളൊന്നും വകവെക്കാതെ ഈ വാക്യത്തിൻ്റെ ബാഹ്യാർത്ഥം മാത്രം കണക്കിലെടുത്തുകൊണ്ട് റമളാൻ മാസത്തിൽ നോമ്പ് നോൽക്കുകയോ പകരം ദണ്ഡം കൊടുക്കുകയോ ചെയ്താൽ മതിയെന്നാണ് ഇസ്ലാമിലെ വിധി എന്ന് സമർത്ഥിക്കാറുണ്ട്. തങ്ങൾക്കല്ലാതെ മുമ്പുള്ളവർക്കൊന്നും ഖുർആൻ വേണ്ടതുപോലെ മനസ്സിലാക്കുവാനോ ഖുർആൻ്റെ സിദ്ധാന്തങ്ങൾ വിലയിരുത്തുവാനോ കഴിഞ്ഞിട്ടില്ലെന്ന ഒരു പൊങ്ങച്ച ഭാവം കൂടി ഇവരുടെ വാക്കുകളിൽ പ്രകടമാകുന്നു. ആധുനിക ലഹരി, ഭൗതിക ചിന്താഗതി, പുത്തൻ അഭിപ്രായങ്ങൾ വഴി ജനശ്രദ്ധ ആകർഷിക്കുവാനുള്ള താൽപ്പര്യം ആദിയായവയാണ് ഇതുപോലെയുള്ള അഭിപ്രായങ്ങൾക്ക് പിന്നിലുള്ളതെന്ന് ഊഹിക്കേണ്ടിയിരിക്കുന്നു. മതവിശ്വാസികളിൽ പോലും മതബോധം നശിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് മതശാസനകളിൽ ഇതുപോലെ അയവ് ലഭിക്കുമാറ് ഏത് അഭിപ്രായവും സ്വാഗതം ചെയ്യുവാൻ ഇക്കാലത്ത് ആളെ കിട്ടാതെ വരികയില്ലല്ലോ. 8. ദണ്ഡം കൊടുക്കേണ്ടത് ത്വആമു മിസ്കീൻ അഥവാ ഒരു സാധുവിൻ്റെ ഭക്ഷണം ആണെന്നാണ് അള്ളാഹു പറഞ്ഞത്. അത് ഇന്നതരം ഭക്ഷണമായിരിക്കണമെന്നോ ഇത്ര അളവ് വേണമെന്നോ പറഞ്ഞിട്ടില്ല. ആ സ്ഥിതിക്ക് സാധാരണഗതിയിൽ ഭക്ഷണമായി കരുതപ്പെടുന്ന ഭക്ഷ്യപദാർത്ഥവും സാധാരണഗതിയിൽ ഒരാൾക്ക് ഭക്ഷിക്കുവാൻ വേണ്ടിവരുന്ന അളവും മതിയാകുമെന്ന് വെക്കുവാനാണ് ന്യായം. ഒരു ദിവസത്തെ നോമ്പിൻ്റെ സ്ഥാനത്ത് ഇപ്പറഞ്ഞത് കൂടുതൽ ദിവസത്തേക്ക് കൂടുതൽ സാധുക്കൾക്ക് വേണ്ടുന്ന ഭക്ഷണവും നൽകണം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പ്രായാധിക്യം നിമിത്തം നോമ്പ് പിടിക്കുവാൻ പ്രയാസമായി തീർന്നപ്പോൾ 1-2 കൊല്ലം ഓരോ ദിവസവും ഓരോ സാധുവിന് മാംസവും റൊട്ടിയും ഭക്ഷിക്കുവാൻ കൊടുത്തിരുന്നതായി സ്വഹീഹുൽ ബുഖാരിയിൽ നിവേദന പരമ്പര കൂടാതെ ഉദ്ധരിച്ചിരിക്കുന്നു. ഒരാളുടെ ഭക്ഷണത്തിന് ഒരു മുദ്ദ് അഥവാ 2 കൈകളും ചേർത്ത് വാരിയാൽ കിട്ടുന്നത്ര ധാന്യം എന്ന് ചില മഹാന്മാർ കണക്കാക്കി കാണുന്നത്
അതിൻ്റെ ഒരേകദേശ നിർണയമാണെന്നാണ് മനസ്സിലാകുന്നത്. ഭക്ഷണം പാകം ചെയ്തതായാലും മതിയെന്നത്രേ അനസ് റളിയല്ലാഹുവിൻ്റെ പ്രവൃത്തിയിൽ നിന്നും മറ്റും മനസ്സിലാകുന്നത്. വല്ലാഹു ആലം. 9. ഒരു പൊതുതത്വം എന്ന നിലക്കാണ് വമൻ തത്തവ്വ ഖൈറൻ ഫഹുവ ഖൈറുൻ ലഹ്. ആരെങ്കിലും ഒരു നല്ല കാര്യം സ്വയമേവ ചെയ്യുന്നതായാൽ അതവന് ഉത്തമമായിരിക്കും എന്ന വാക്യം നിലകൊള്ളുന്നത്. എങ്കിലും സന്ദർഭം നോക്കുമ്പോൾ ഒരാളുടെ ഭക്ഷണത്തേക്കാൾ കൂടുതലായി വല്ലതും നൽകുകയോ അല്പം പ്രയാസം സഹിച്ചുകൊണ്ടെങ്കിലും നോമ്പ് തന്നെ പിടിക്കുകയോ അല്ലെങ്കിൽ നോമ്പ് പിടിക്കുന്നതോടൊപ്പം സാധുവിന് ഭക്ഷണം നൽകുക കൂടി ചെയ്യുകയോ ചെയ്യുന്ന പക്ഷം അത് കൂടുതൽ പുണ്യപ്പെട്ടതാണ് എന്നായിരിക്കും അതിൻ്റെ താൽപ്പര്യം. 10. തെണ്ടം കൊടുത്ത് നോമ്പിൻ്റെ നിർബന്ധത്തിൽ നിന്ന് ഒഴിവാകാവുന്ന അവസരത്തിൽ പോലും കഴിയുന്നതും നോമ്പ് നോൽക്കുവാൻ തന്നെ ശ്രമിക്കേണ്ടതാണെന്ന് അള്ളാഹു പ്രത്യേകം ഉണർത്തുന്നു. വ ഇൻ തസൂമു ഖൈറുൻ ലക്കും. അഥവാ നിങ്ങൾ നോമ്പ് നോൽക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഉത്തമമാകുന്നു. നോമ്പ് മൂലം ലഭിക്കുവാനുള്ള നേട്ടങ്ങളും പ്രതിഫലങ്ങളും അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് തെണ്ടം മൂലം ലഭിക്കുവാനിരിക്കുന്ന ഗുണത്തേക്കാൾ വമ്പിച്ചതാണെന്നും തൽക്കാലത്തെ വിഷമവും പ്രയാസവും ഓർത്ത് ആ നന്മ നഷ്ടപ്പെടുത്തരുതെന്നും താൽപ്പര്യം. ഇൻ കുന്തും താലമോൻ, അഥവാ നിങ്ങൾക്കറിയാമെങ്കിൽ എന്ന വാക്ക് ഈ യാഥാർത്ഥ്യത്തെപ്പറ്റി ചിന്തിച്ചു നോക്കുവാൻ സത്യവിശ്വാസികളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. നോമ്പിൻ്റെ പ്രാധാന്യവും അതിന് അള്ളാഹു കൽപ്പിക്കുന്ന സ്ഥാനവും എത്ര വമ്പിച്ചതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനത്തിൽ നിന്ന് ഏറെക്കുറെ മനസ്സിലാക്കാം. അവിടുന്ന് പറയുന്നു, മനുഷ്യൻ്റെ എല്ലാ കർമ്മങ്ങൾക്കും 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം നൽകപ്പെടും. അള്ളാഹു പറയുന്നു, നോമ്പൊഴികെ അത് എനിക്കുള്ളതാണ്, ഞാനാണതിന് പ്രതിഫലം നൽകുക. അവൻ എൻ്റെ കാരണത്താൽ അവൻ്റെ ഇച്ഛയും ഭക്ഷണവും ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ബുഖാരി, മുസ്ലിം. 11. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാൻ മാസം ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു എന്ന വാക്യം മുൻവചനത്തിൽ എണ്ണം കണക്കാക്കപ്പെട്ട ദിവസങ്ങൾ അയ്യാമം മഅദൂദാത്ത് എന്നു പറഞ്ഞതിൻ്റെ ഉദ്ദേശം സ്പഷ്ടമാക്കുന്നതോടുകൂടി നോമ്പിന് ആ മാസം തിരഞ്ഞെടുക്കുവാനുള്ള കാരണവും കൂടി ചൂണ്ടിക്കാട്ടുന്നു. അള്ളാഹു വ്യക്തമാക്കിയതുപോലെ മനുഷ്യവർഗത്തിന് മാർഗദർശനം നൽകുവാനും സത്യാസത്യ വിവേചനം നൽകുവാനും വേണ്ടി അവതരിച്ചതാണല്ലോ വിശുദ്ധ ഖുർആൻ. ആ ദിവ്യഗ്രന്ഥം അവതരിച്ചത് ആ മാസത്തിലാണെന്ന നിലക്കും ഖുർആൻ്റെ അവതരണ സ്മരണ നിലനിർത്തുവാൻ ഉതകുന്നതെന്ന നിലക്കും ആ മാസത്തെ അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുകയാണ്. മറ്റുള്ള ദൈവിക ഗ്രന്ഥങ്ങളുടെ അവതരണവും ഇതേ മാസത്തിൽ തന്നെയായിരുന്നുവെന്നും ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അള്ളാഹു ആലം. ഏതായാലും ഖുർആൻ അവതരിച്ച മാസത്തിലാണ് നോമ്പ് നിയമിക്കപ്പെട്ടതെന്നിരിക്കുമ്പോൾ ആ മാസത്തിൽ ഖുർആൻ പാരായണത്തിനും പഠനത്തിനും കൂടുതൽ പരിഗണന നൽകേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഹദീസുകൾ ഇതിന് പിൻബലം നൽകുന്നുമുണ്ട്. എല്ലാ റമളാനിലും ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഖുർആൻ പാഠം നോക്കാറുണ്ടായിരുന്നുവെന്നും അവസാനത്തെ റമളാനിൽ അങ്ങനെ 2 പ്രാവശ്യം സംഭവിക്കുകയുണ്ടായെന്നും ഹദീസിൽ വന്നിട്ടുള്ളതും പ്രസിദ്ധമാണല്ലോ. ഖുർആൻ അവതരിച്ചത് ലൈലത്തുൽ ഖദറിലാണെന്ന് സൂറത്ത് ഖദറിലും ഒരു അനുഗ്രഹീത രാത്രിയിലാണെന്ന് സൂറത്ത് ദുഖാനിലും അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. ഖുർആന്റെ അവതരണം പൂർത്തിയായതാകട്ടെ 23 കൊല്ലം കൊണ്ടുമാണ്. അപ്പോൾ ആ മാസത്തിലാണ് ഖുർആൻ അവതരിച്ചതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമെന്തെന്ന് ചോദിക്കപ്പെടാം. ഇതിനെപ്പറ്റി ആ 2 സൂറത്തുകളിലും വെച്ച് നാം വിവരിക്കുന്നു. ചുരുക്കം ഇതാണ്: ലൈലത്തുൽ ഖദറും അനുഗ്രഹീത രാത്രിയും ഒന്നു തന്നെ. ആ രാത്രി റമളാനിലുമാണ്. ആ രാത്രിയിലും ആ മാസത്തിലും അവതരിച്ചു എന്ന് പറയുന്നതിൻ്റെ താൽപ്പര്യം അള്ളാഹുവിൻ്റെ ജ്ഞാനരേഖയാകുന്ന ലൗഹുൽ മഹ്ഫൂലിൽ നിന്ന് അടുത്ത ആകാശത്തേക്ക് ആ രാത്രിയിൽ അവതരിക്കുകയും പിന്നീട് അവിടെ നിന്ന് ഗഡുക്കളായി അവതരിക്കുകയും ചെയ്തുവെന്നാണ് മിക്ക ഖുർആൻ വ്യാഖ്യാതാക്കളും പ്രസ്താവിക്കുന്നത്. അതല്ല, ഖുർആൻ ആദ്യം അവതരിക്കാൻ തുടങ്ങിയത് റമളാനിലാണെന്നാണ് അതിൻ്റെ താൽപ്പര്യമെന്നത്രേ മറ്റൊരു വിഭാഗത്തിൻ്റെ അഭിപ്രായം. ഈ 2 അഭിപ്രായവും ശരിയായിരിക്കുന്നതിന് വിരോധമില്ലതാനും. വല്ലാഹു അലം. 12. നോമ്പ് റമളാനിലാക്കിയതിൻ്റെ തത്വം ചൂണ്ടിക്കാട്ടിയ ശേഷം അള്ളാഹു പറയുന്നു, ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസുംഹ. അഥവാ അതിനാൽ ആ മാസത്തിൽ 6 ഹാജറുണ്ടായോ അവൻ അതിൽ നോമ്പ് നോറ്റുകൊള്ളട്ടെ. നോമ്പിൻ്റെ നിയമം ഉണ്ടായ ആദ്യകാലത്ത് നോമ്പ് പിടിക്കുവാൻ കഴിവുള്ളവർക്കും വേണമെങ്കിൽ ദണ്ഡം കൊടുത്ത് മതിയാക്കാമായിരുന്നുവെന്നും പിന്നീടത് ഈ വചനം മുഖേന എടുത്തു കളയപ്പെടുകയാണുണ്ടായതെന്നുമാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായമെന്ന് മുമ്പ് പറഞ്ഞുവല്ലോ. ഈ അഭിപ്രായപ്രകാരം ഈ വചനം ആദ്യത്തെ ആ സ്വാതന്ത്ര്യം എടുത്തു കളയുകയും റമളാനിൽ എല്ലാവരും നോമ്പ് പിടിക്കുക തന്നെ വേണമെന്ന് ശാസിക്കുകയും ചെയ്യുന്നു. ആ മാസത്തിൽ ഹാജറുള്ളവരെല്ലാം നോമ്പ് പിടിക്കണമെന്ന് വരുമ്പോൾ മുൻ ആയത്തിൽ ഒഴിവ് നൽകപ്പെട്ട രോഗികൾക്കും യാത്രക്കാർക്കും കൂടി ഈ കൽപ്പന ബാധകമാകുമോ എന്ന് സംശയം തോന്നാതിരിക്കുവാൻ വേണ്ടിയാണ്
അവരെപ്പറ്റി വീണ്ടും ഒന്നുകൂടി ഈ വചനത്തിൽ വമൻ കാന മരീദൻ ഔ അലാ സഫരിൻ അഥവാ ആരെങ്കിലും രോഗിയോ യാത്രയിലോ ആയിരുന്നാൽ മറ്റു ദിവസങ്ങളിൽ നിന്ന് അത്ര എണ്ണം എന്ന് ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നതെന്നും അവർ പറയുന്നു. രണ്ടാമത്തെ അഭിപ്രായപ്രകാരം മുൻ ആയത്തിൽ പ്രസ്താവിച്ച അക്കാര്യം ഒന്നുകൂടി ആവർത്തിച്ചുറപ്പിക്കുക മാത്രമായിരിക്കും ഈ ആവർത്തനം കൊണ്ടുദ്ദേശം. കൂടുതൽ യുക്തമായി തോന്നുന്നത് ഭൂരിപക്ഷാഭിപ്രായം തന്നെ. ആ മാസത്തിൽ ഹാജറുണ്ടായിരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം ആ മാസം വരുമ്പോൾ ആരോഗ്യവാനായിക്കൊണ്ട് സ്വദേശത്തുണ്ടായിരിക്കുക എന്നത്രേ. രോഗികൾക്കും യാത്രക്കാർക്കും നോമ്പിൽ ഇളവുണ്ടെന്നും കുട്ടികൾക്കും വിശേഷ ബുദ്ധിയില്ലാത്തവർക്കും നോമ്പ് നിർബന്ധമില്ലെന്നും പ്രസവരക്തവും ഋതുരക്തവുമുള്ളവർക്ക് നോമ്പ് നിഷിദ്ധമാണെന്നും മറ്റു തെളിവുകളാൽ അറിയപ്പെടുകയും ചെയ്തിട്ടുണ്ടല്ലോ. പ്രത്യേകം ഒഴിവ് നൽകപ്പെട്ടിട്ടില്ലാത്ത ഓരോ വ്യക്തിയും അവൻ റമദാൻ മാസക്കാലത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നോമ്പ് പിടിക്കൽ നിർബന്ധമാണ്. നോമ്പിന് പകരം തെണ്ടം കൊടുത്താൽ പോരാ എന്ന് ചുരുക്കം. 13. രോഗിയാകുകയോ യാത്രയിലായിരിക്കുകയോ ചെയ്താൽ അതുമൂലം എത്ര ദിവസത്തെ നോമ്പ് ഒഴിവായോ അത്ര എണ്ണം നോമ്പ് വേറെ ദിവസങ്ങളിൽ നോൽക്കണമെന്നു കൽപ്പിച്ചതിനെ തുടർന്ന് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വല യുരീദു ബിക്കുമുൽ ഉസ്ർ അഥവാ അള്ളാഹു നിങ്ങളിൽ എളുപ്പത്തെ അഥവാ നിങ്ങൾക്ക് സൗകര്യം വരുത്തണമെന്ന് ഉദ്ദേശിക്കുന്നു, നിങ്ങളിൽ ഞെരുക്കത്തെ അവൻ ഉദ്ദേശിക്കുന്നുമില്ല എന്നു പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധാർഹമാകുന്നു. അള്ളാഹു സ്വയം സ്വീകരിച്ചിട്ടുള്ള ഒരു പൊതുതത്വവും അവൻ്റെ മഹത്തായ ഒരു അനുഗ്രഹവുമാണ് ഈ വാക്യം കുറിക്കുന്നത്. വുദൂഇനും കുളിക്കും വെള്ളം കിട്ടാത്തപ്പോൾ മണ്ണുകൊണ്ട് തയമ്മം ചെയ്യണമെന്ന് കൽപ്പിച്ചുകൊണ്ട് അള്ളാഹു സൂറത്തു മാഇദയിൽ പറയുന്നു, മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും മിൻ ഹറജിൻ അഥവാ നിങ്ങളുടെ മേൽ വല്ല വിഷമവും ഉണ്ടാക്കുവാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. അധ്യായം 5 സൂറത്ത് മാഇദ വചനം 6. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുറപ്രകാരം സമരം നടത്തണമെന്ന് കൽപ്പിച്ച ശേഷം സൂറത്ത് ഹജ്ജിൽ പറയുന്നു, വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ അഥവാ നിങ്ങളുടെ മേൽ മതകാര്യത്തിൽ അവൻ ഒരു വിഷമവും ഏർപ്പെടുത്തിയിട്ടില്ല. സൂറത്ത് ഹജ്ജ് 78. ബുഇസ്തു ബിൽ ഹനീഫത്തി സംഹ അഥവാ വിട്ടുവീഴ്ചയുള്ള വിശാലമായ ഋജുവായ മാർഗവും കൊണ്ട് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നും മറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയും അരുളി ചെയ്തിരിക്കുന്നു. മനുഷ്യർക്ക് അനുഷ്ഠിക്കുവാൻ സാധ്യമല്ലാത്ത കൽപ്പനകളൊന്നും മതത്തിലില്ല. മനുഷ്യരുടെ കഴിവും പരിതസ്ഥിതികളും പരിഗണിക്കപ്പെട്ടുകൊണ്ടും ആവശ്യമായ വിട്ടുവീഴ്ചകൾ അനുവദിച്ചുകൊണ്ടും മാത്രമേ മതവിധികളുള്ളൂ എന്നൊക്കെയാണ് ഇവയുടെ സാരം. രോഗമുള്ളപ്പോഴും യാത്രയിലായിരിക്കുമ്പോഴും നോമ്പ് നോൽക്കുക തന്നെ വേണമെന്ന് നിർബന്ധിച്ചു നിങ്ങളെ ബുദ്ധിമുട്ടിക്കുവാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് വേറെ ദിവസങ്ങളിൽ എണ്ണം തികച്ചാലും മതി എന്ന് വെച്ചിരിക്കുന്നതെന്നാണ് ഇവിടുത്തെ സൂചന. ഹൃദയത്തിൽ മതബോധം തീണ്ടാത്തവരും മതതത്വങ്ങളെപ്പറ്റി വേണ്ടതുപോലെ അറിയാത്തവരുമായ ചില ആളുകൾ തങ്ങളുടെ ഇച്ഛക്കൊത്തവണ്ണം മതകൽപ്പനകളെ മറികടക്കുവാൻ വേണ്ടി ഈ തത്വം അള്ളാഹു നിങ്ങളിൽ ഞെരുക്കത്തെ ഉദ്ദേശിക്കുന്നില്ല എന്ന തത്വം ഒരു ആയുധമാക്കി എടുക്കാറുണ്ട്. അവരുടെ ന്യായം കേട്ടാൽ തോന്നും, അല്പം ഞെരുക്കമോ ബുദ്ധിമുട്ടോ ആയി തോന്നാവുന്ന ഒരു മതവിധിയും ഇസ്ലാമിലില്ലെന്നും ഓരോരുത്തർക്കും അവരവരുടെ ഹിതത്തിനും സൗകര്യത്തിനുമനുസരിച്ച് മതാനുഷ്ഠാനങ്ങൾ നടത്തുവാൻ സ്വാതന്ത്ര്യമുണ്ടെന്നുമാണിതിൻ്റെ അർത്ഥമെന്നും മഅദല്ലാ. 14. ഒഴിഞ്ഞുപോയ നോമ്പ് മറ്റു ദിവസങ്ങളിൽ നോറ്റുവീട്ടണമെന്നും നിങ്ങൾക്ക് ഞെരുക്കം കൂടാതെ കഴിച്ചുകൂട്ടുവാൻ വേണ്ടിയാണ് അങ്ങനെ നിശ്ചയിച്ചതെന്നും പറഞ്ഞ ശേഷം അള്ളാഹു ഈ വിഷയം അവസാനിപ്പിക്കുന്നത് നോക്കുക. വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. നിങ്ങൾ എണ്ണം പൂർത്തിയാക്കുവാനും നിങ്ങൾക്ക് മാർഗദർശനം നൽകിയതിൻ്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിന് മഹത്വകീർത്തനം ചെയ്യുവാൻ വേണ്ടിയും നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടിയും. ഇതിൽ നിന്ന് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉദാഹരണമായി, 1. അള്ളാഹു ഒരു കാര്യം കൽപ്പിക്കുമ്പോൾ അതിൻ്റെ പരിപൂർണ രൂപത്തിൽ കൊണ്ടുവരാൻ കഴിയാത്ത പക്ഷം കഴിയുന്നത്ര അവൻ കൽപ്പിച്ചതുപോലെ ആയിരിക്കുവാൻ ശ്രമിക്കണമെന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് വല്ല കാര്യത്തെക്കുറിച്ചും വിരോധിച്ചാൽ നിങ്ങളത് അപ്പടി വർജിക്കണമെന്നും ഞാൻ നിങ്ങളോട് വല്ല കാര്യത്തെക്കുറിച്ചും കൽപ്പിച്ചാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് കഴിയുന്നത്ര കൊണ്ടുവരണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി ചെയ്തതായി
പ്രബലമായ ഹദീസിൽ വന്നിട്ടുള്ളത് ഇവിടെ സ്മരണീയമാകുന്നു. നിങ്ങൾക്ക് സാധിക്കുന്നത്ര നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുവീൻ എന്ന് അധ്യായം 64 വചനം 16 അള്ളാഹുവും പറഞ്ഞിരിക്കുന്നു. ഒരു നിർബന്ധ കർമ്മം അല്ലെങ്കിൽ ഒരു കൽപ്പന തികച്ചും അതിൻ്റെ യഥാരൂപത്തിൽ കൊണ്ടുവരാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ അത് പാടെ വിട്ടുകളയുവാൻ പാടില്ലെന്നും ആകുന്നത്ര അതിൻ്റെ ബാഹ്യവും ആന്തരികവുമാകുന്ന വശങ്ങൾ പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കണമെന്നുമാണ് ഇതിൻ്റെയെല്ലാം സാരം. 2. ഒരു നല്ല കർമ്മം ചെയ്തു കഴിയുമ്പോൾ അള്ളാഹുവിനെ സ്മരിക്കുകയും ആ സൽക്കാര്യം ചെയ്യുവാൻ അനുഗ്രഹിച്ചതിൽ അള്ളാഹുവിന് നന്ദി കാണിക്കുകയും ചെയ്യുന്നത് ആവശ്യമാണെന്നുള്ളതാണ്. മഹത്വകീർത്തനം എന്ന് അർത്ഥം കൽപ്പിച്ചത് തക്ബീറിനാകുന്നു. അള്ളാഹു അക്ബർ അഥവാ അള്ളാഹു ഏറ്റവും വലിയ മഹാൻ എന്നുള്ള കീർത്തനത്തിനാണ് തക്ബീർ എന്ന് സാധാരണ പറഞ്ഞു വരുന്നത്. ഒരു നന്മ ചെയ്തു തീർക്കുവാൻ കഴിയുമ്പോൾ അതിൽ സന്തോഷം തോന്നുന്നതും ഒരു ചീത്ത കാര്യം ചെയ്തു പോയാൽ അതിൽ വെറുപ്പ് തോന്നുന്നതും സത്യവിശ്വാസിയുടെ ലക്ഷണമാണെന്ന് ഹദീസിൽ വന്നിട്ടുമുണ്ട്. അഹ്മദ്. അപ്പോൾ ഒരു മാസക്കാലം അള്ളാഹുവിനു വേണ്ടി സുഖസൗകര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നോമ്പ് നോൽക്കുവാൻ സാധിച്ചതിലുള്ള സന്തോഷവും നന്ദിയും അള്ളാഹുവിൻ്റെ സ്മരണയിലൂടെ പ്രകടമാക്കുക എന്നുള്ളതാണ് ഇതിലടങ്ങിയ തത്വം. നോമ്പിൽ മാത്രമല്ല മറ്റുള്ള അനുഷ്ഠാന കർമ്മങ്ങളിലും ഈ തത്വം ഗൗനിക്കപ്പെടേണ്ടതുണ്ട്. ഹജ്ജ് കർമ്മം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പിതാക്കളെ സ്മരിക്കുന്നത് പോലെ അഥവാ അതിൽ ഉപരിയായി നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണമെന്ന് താഴെ 200-ാം വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. ജുമുഅ നമസ്കാരം നിർവഹിക്കപ്പെട്ടാൽ ഭൂമിയിൽ പരന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം തേടിക്കൊള്ളുകയും അള്ളാഹുവിന് ധാരാളം ഓർമ്മിക്കുകയും വേണമെന്നും സൂറത്ത് ജുമുഅ വചനം 10. നമസ്കാരത്തിന് ശേഷം അള്ളാഹുവിന് സ്തോത്ര കീർത്തനം ചെയ്യണമെന്നും സൂറത്ത് ഖാഫ് വചനം 40 അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. നമസ്കാരങ്ങൾക്കു ശേഷം പല ദിക്റുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുള്ളതും പ്രസിദ്ധമാണല്ലോ. 3. റമദാൻ നോമ്പ് അവസാനിക്കുന്നതോടുകൂടി ഉണ്ടാകുന്ന ചെറിയ പെരുന്നാൾ ദിവസം തക്ബീറിൻ്റെയും നന്ദിയുടെയും സന്തോഷത്തിൻ്റെയും ദിവസമാണെന്നുള്ള ഒരു സൂചനയും ഇതിൽ കാണാം. വല്ലാഹു അഅലം. യാത്രകളിൽ നോമ്പ് നിർബന്ധമില്ലെങ്കിലും കൂടുതൽ നല്ലത് നോമ്പ് പിടിക്കലോ പിടിക്കാതിരിക്കലോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം കാണാം. ഇതു സംബന്ധമായി ഹദീസുകളുടെ വെളിച്ചത്തിൽ പരിശോധിച്ചാൽ ആ അഭിപ്രായങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അപ്പടി ശരിവെക്കുവാൻ ന്യായം കാണുന്നില്ല. സന്ദർഭവും പരിതസ്ഥിതിയും വ്യക്തികളുടെ സ്ഥിതിഗതിയും അനുസരിച്ച് ചിലപ്പോൾ നോമ്പ് അനുഷ്ഠിക്കലും ചിലപ്പോൾ നോമ്പ് വിട്ടുകളയലുമാണ് നന്നായിരിക്കുക എന്നാണ് പൊതുവെ മനസ്സിലാകുന്നത്. അള്ളാഹുവിനറിയാം. ഉദാഹരണാർത്ഥം ചില ഹദീസുകൾ ഉദ്ധരിക്കാം. 1. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, മക്ക വിജയ യാത്രയിൽ ഖുറാഉൽ ഗമീം എന്ന സ്ഥലത്ത് എത്തുന്നതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ നോമ്പ് പിടിച്ചിരുന്നു. അടിക്കുറിപ്പ്: ഖുറാഉൽ ഗമീം ഉസ്ഫാനിൽ നിന്ന് 3 നാഴിക അകലെയാണ്. മക്കയിൽ നിന്ന് 2 മർഹല അഥവാ 2 ദിവസത്തെ യാത്രാദൂരം അകലെ മദീനയിലേക്കുള്ള മാർഗത്തിൽ ഉസ്ഫാനും സ്ഥിതി ചെയ്യുന്നു. അൽ ഖാമൂസ്. അവിടെ എത്തിയപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കോപ്പ വെള്ളം കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അത് ജനങ്ങൾ നോക്കിക്കാണുമാറ് പൊക്കിപ്പിടിച്ചുകൊണ്ട് അവിടുന്ന് കുടിക്കുകയും ചെയ്തു. പിന്നീട് ചില ആളുകൾ നോമ്പ് തുടരുകയാണെന്ന് പറയപ്പെട്ടപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവർ അനുസരണക്കേട് കാണിക്കുന്നവരാണ്. മുസ്ലിം തിർമുദി. പിന്നീട് അവരും നോമ്പ് മുറിച്ചതായി റിവായത്തുണ്ട്. 2. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്നിച്ച് ഒരു യാത്രയിലായിരുന്നു. ഞങ്ങളിൽ നോമ്പുള്ളവരും നോമ്പില്ലാത്തവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഉഷ്ണമുള്ള ഒരു ദിവസം ഞങ്ങളൊരു താവളത്തിൽ ഇറങ്ങി. പുതപ്പ് കൈവശമുള്ള ആളുകളായിരുന്നു ഞങ്ങളിൽ അധികം തണൽ കിട്ടുന്ന ആളുകൾ. ചിലർ കൈകൊണ്ട് വെയിൽ തടുക്കുമായിരുന്നു. അങ്ങനെ നോമ്പുള്ളവർ തളർന്നു. നോമ്പില്ലാത്തവർ എഴുന്നേറ്റ് തമ്പുകൾ കെട്ടുകയും വാഹനമൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നോമ്പ് പിടിക്കാത്തവർ കൊണ്ടുപോയി ഇന്ന് പ്രതിഫലം. ബുഖാരി, മുസ്ലിം, നസായി. 3. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച വേറെ ഒരു ഹദീസിൽ നോമ്പുള്ളവർ ഇല്ലാത്തവരെയും ഇല്ലാത്തവർ ഉള്ളവരെയും കുറ്റപ്പെടുത്തിയിരുന്നില്ല എന്നും അദ്ദേഹം പ്രസ്താവിച്ചിരിക്കുന്നു. ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്. 4. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു യാത്രയിൽ ഞങ്ങൾ ഒന്നിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടായിരുന്നു.
ഒരു മനുഷ്യൻ്റെ അടുക്കൽ ആളുകൾ ഒരുമിച്ച് കൂടുകയും അദ്ദേഹത്തിന് മീതെ തണലുണ്ടാക്കി കൊടുക്കുകയും ചെയ്തതായി അവിടുന്ന് കണ്ടു. അയാൾക്ക് എന്താണെന്ന് അവിടുന്ന് ചോദിച്ചു. അയാൾ നോമ്പുകാരനാണെന്ന് അവർ ഉത്തരം പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാത്രയിൽ നോമ്പ് നോൽക്കൽ പുണ്യകാര്യത്തിൽപ്പെട്ടതല്ല. ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, നസായി. 5. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഹംസത്ത് ബിനുൽ അംറിൽ അസ്ലമി റളിയല്ലാഹു അൻഹു യാത്രയിലെ നോമ്പിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അദ്ദേഹം വളരെ നോമ്പ് നോൽക്കാറുള്ള ഒരാളായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തനിക്ക് വേണമെങ്കിൽ നോമ്പ് നോറ്റുകൊള്ളുക, വേണമെങ്കിൽ നോമ്പ് വിട്ടുകൊള്ളുക. ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തിർമിദി, നസായി. 6. അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഉഷ്ണത്തിൻ്റെ കാഠിന്യം നിമിത്തം തലയിൽ കൈവച്ചു പോകുമായിരുന്ന വിധം കഠിന ഉഷ്ണമുള്ള ഒരു ദിവസം ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊന്നിച്ച് റമളാനിൽ യാത്ര പുറപ്പെടുകയുണ്ടായി. ഞങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയും ഇബ്നു റവാഹത്തും റളിയല്ലാഹു അൻഹു അല്ലാതെ നോമ്പുള്ളവർ ഉണ്ടായിരുന്നില്ല. ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്. 7. ഹംസത്ത് ബിൻ അംറിൽ അസ്ലമി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്ക് യാത്രയിലെ നോമ്പിന് ശക്തിയുള്ളതായി ഞാൻ കാണുന്നു, അതുകൊണ്ട് എനിക്കതിൽ തെറ്റുണ്ടോ? അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത് പ്രതാപശാലിയും മഹാനുമായ അള്ളാഹുവിൻ്റെ വക ഒരു ഇളവാകുന്നു. അത് ആരെങ്കിലും സ്വീകരിച്ചാൽ അത് നല്ലതാണ്. ഒരാൾ നോമ്പ് നോൽക്കാൻ ഇഷ്ടപ്പെട്ടാൽ അവൻ്റെ മേൽ തെറ്റുമില്ല. മുസ്ലിം. ഇതിനെക്കുറിച്ചായിരിക്കും 5-ാമത്തെ ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിച്ചത്. അല്ലാഹു ആലം. ഇതുപോലെ ഹദീസുകൾ വേറെയും പലതും ഉദ്ധരിക്കുവാനുണ്ട്. യഥാർത്ഥം മനസ്സിലാക്കുവാൻ ഇവ തന്നെ മതിയല്ലോ. ഇവയിൽ ഏതെങ്കിലും ഹദീസുകളെയോ സംഭവങ്ങളെയോ മാത്രം കണക്കിലെടുത്തുകൊണ്ട് യാത്രക്കാരന് നോമ്പാണ് നല്ലതെന്നോ നോമ്പ് നോൽക്കാതിരിക്കലാണ് നല്ലതെന്നോ പൊതുവിൽ ഒരു വിധി കൽപ്പിക്കുന്നത് ശരിയായിരിക്കയില്ല. ഓരോന്നിൻ്റെയും സന്ദർഭം കൂടി കണക്കിലെടുത്തു വേണം യഥാർത്ഥം മനസ്സിലാക്കുവാൻ. അള്ളാഹു നൽകിയ ഇളവുകളും വിട്ടുവീഴ്ചകളും ഉപയോഗപ്പെടുത്തുന്നത് നന്നല്ലെന്ന ഭാവത്തിൽ ബുദ്ധിമുട്ടുകൾ സ്വയം അനുഭവിക്കുന്ന സ്വഭാവവും നേരെമറിച്ച് നാമമാത്രമായെങ്കിലും കാണുന്ന പഴുതുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു നൽകിയ ഇളവിൻ്റെ പേരിൽ നിയമത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുവാൻ ശ്രമിക്കുന്ന സ്വഭാവവും രണ്ടും തന്നെ നന്നല്ലെന്നും ഒന്നാമത്തേത് ഒരുതരം നന്ദികേടും രണ്ടാമത്തേത് ഒരുതരം ധിക്കാരവുമാണെന്നും ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. നോമ്പ് വിട്ടുകളയുവാൻ ഒരാൾക്ക് തക്കതായ കാരണമുണ്ടായാൽ തന്നെയും ആ കാരണം മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തതായിരിക്കുമ്പോൾ അയാൾ ഭക്ഷണം കഴിക്കുക മുതലായി നോമ്പിന് യോജിക്കാത്ത കാര്യങ്ങൾ നടത്തുന്നത് പരസ്യമാക്കാതെ സൂക്ഷിക്കേണ്ടതാകുന്നു. പ്രത്യേകിച്ചും അമുസ്ലിങ്ങൾക്കിടയിൽ ഇത് ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം വൃഥ തെറ്റിദ്ധാരണകൾക്ക് കാരണമാകുമെന്നുള്ളത് മാത്രമല്ല ഇതിലുള്ള ദോഷം. ഒരു തരത്തിൽ റമളാൻ മാസത്തിൻ്റെ നേരെയുള്ള ഒരു അനാദരവും ഇസ്ലാമിന് നേരെ വിമതസ്ഥർക്ക് പരിഹാസം തോന്നിക്കുവാൻ ഇടവരുത്തുന്നതുമാണത്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിക്കും പാലിക്കുന്ന ഭയഭക്തന്മാരുടെ കൂട്ടത്തിൽ അവൻ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.